ഇപ്പോൾ ന്യൂമോണിയ, കുട്ടികൾക്ക് പെട്ടെന്ന് ന്യൂമോണിയ ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാതെ പെട്ടെന്ന് മരിച്ചു പോകും. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, സിക്സ് എന്ന് പറഞ്ഞ്, സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം. സാധാരണ ചെറിയ കുട്ടികളാണ്, ഇച്ചിരി വലിയ കുട്ടികൾ വരെ പെട്ടെന്ന് ചിലപ്പോൾ മരിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും എന്ന് വിചാരിച്ചാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ആകെ മുഖത്ത് 2 മൂക്കിൻ്റെയും വായുടെയും ചുറ്റും 2-3 ചെറിയ ഒരവുകൾ മാത്രമേ ഉള്ളൂ. വേറൊരു ഹിസ്റ്ററിയിൽ അമ്മ നന്നായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. ടീച്ചേഴ്സിൻ്റെയും സ്കൂളിലൊക്കെ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ഒരു നല്ല കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേറൊരു ഇൻവെസ്റ്റിഗേഷനും ഇല്ല. അവസാനം ഇതായിരിക്കും മരണകാരണം, മുഖത്തുണ്ടായ ക്ഷതമാണ് മരണകാരണം എന്ന് ഞാൻ ഒപ്പീനിയൻ കൊടുത്തു. അപ്പോൾ പോലീസ് അത് വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ സ്റ്റെപ്പ് മദറാണ് ഇങ്ങനെ ചെയ്തത്. അവർക്ക് വേറെ ആരുടെയോ കൂടെ വേറൊരു റിലേഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ് സ്മോദർ ചെയ്താണ് കൊന്നതെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അത് പക്ഷേ കോടതിയിൽ വന്നപ്പം പ്രോസിക്യൂഷൻ നന്നായിട്ട് വാദിച്ചു. പക്ഷേ ഡിഫൻസ് അതിനെ എങ്ങനെയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് അപസ്മാരം വന്ന് വീണതാണ്. നേരത്തെ കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുള്ളതായിട്ട് ഹിസ്റ്ററി ഇല്ല, പക്ഷെ കുട്ടിക്ക് അപസ്മാരം വന്ന് അവർക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? അപസ്മാരം വന്നാൽ ഈ കുട്ടിയുടെ ബ്രെയിനിന് നീര് വെച്ചിട്ടുണ്ട്. അപസ്മാരത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപസ്മാരം വന്ന് മരിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് എവിഡൻസ് ഒന്നും ഉണ്ടാവത്തില്ല. വേറെ മരണകാരണങ്ങൾ ഇല്ലാതെ ഇരിക്കുകയും ഈ അപസ്മാരത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുകയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മരുന്ന് നിർത്തുക, ഇങ്ങനെയൊക്കെ വന്നതാണ് അപസ്മാരം വന്ന് മരിക്കുന്നത്. അപസ്മാരം ഒരു എപ്പിസോഡിൽ സാധാരണ മരിക്കാറില്ല. മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപസ്മാരം വരുന്ന ആൾ ഫിസിക്കലി അല്ലാതെ ഒരു എവിഡൻസും കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കലി അപസ്മാരം വരുന്നതിന് വേറെ എവിഡൻസ് ഇല്ല. സാധാരണ അപസ്മാരം വന്ന് മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപസ്മാരം വരുന്ന ആളിപ്പോൾ തീയുടെ അടുത്താണെങ്കിൽ അടുപ്പിൽ തീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് വീണ് തീ